കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീ വിഷ്ണു സഹസ്രനാമ ജപയജ്ഞം ഈ മാസം 18-ാം തീയതി ഞായറാഴ്ച 1-ാം ഘട്ട സമർപ്പണം ആരംഭിക്കുന്നു. വിഷു മുതൽ ആരംഭിച്ച് നിത്യജപമായി തുടർന്നുകൊണ്ടിരിക്കുന്ന വിഷ്ണു സഹസ്രനാമ ജപത്തിൻ്റെ 1-ാം ഘട്ട സമർപ്പണം 18/8/24 രാവിലെ ക്ഷേത്രത്തിനകത്തെ കുലശേഖര മണ്ഡപത്തിലും ശീവേലിപുരയിലുമായി നടക്കുന്നതാണ്. ജപയജ്ഞത്തിൽ 2000-ത്തിലധികം ഭക്തർ പങ്കെടുക്കും. ഇതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ക്ഷേത്രത്തിലെ വിവിധ ഭക്തജന സമിതികളെ ചേർത്തുകൊണ്ട് രൂപീകരിക്കപ്പെട്ട ശ്രീ പത്മനാഭ ഭക്ത മണ്ഡലിയുടെ നേതൃത്വത്തിൽ 2000 പേർ ചേർന്ന് 6 ആവർത്തിയായി 1,20,00,000 നാമങ്ങളാണ് ജപിക്കപ്പെടുന്നത്. രാവിലെ പാരായണത്തിനുള്ള പുസ്തകം വേദവ്യാസൻ്റെ നടയിൽ നിന്നും ക്ഷേത്രം പുഷ്പാഞ്ജലി സ്വാമിയാരായ നടുവിൽ മഠം അച്യുതഭാരതി സ്വാമിയാർ പാരായണ അംഗങ്ങൾക്ക് കൈമാറും. രാവിലെ 8:30 മുതൽ ആരംഭിക്കുന്ന ജപം 10:30-ന് സമാപിക്കും. തുടർന്ന് ഭക്തജനങ്ങൾ ക്ഷേത്രദർശനം പൂർത്തിയാക്കി ക്ഷേത്രത്തിന് പുറത്ത് വടക്കേ നടയിലെ സമാപന സഭയിൽ എത്തിച്ചേരും. ബഹുമാനപ്പെട്ട ക്ഷേത്രം സ്ഥാനി ശ്രീമൂലം തിരുനാൾ രാമവർമ്മ തമ്പുരാൻ വിഷ്ണു സഹസ്രനാമ ജപം നടക്കുന്ന സമയത്ത് ശീവേലിപുരയിൽ ഒരു പ്രദക്ഷിണം വയ്ക്കുന്നതാണ്. ഈ 18-ാം തീയതിയിലെ സമാപന സഭ ലോകം മുഴുവനുമുള്ള ഭക്തജനങ്ങൾക്ക് ഓൺലൈനായി പങ്കെടുക്കാവുന്ന തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരാവർത്തി സഹസ്രനാമ ജപത്തോടെ ആരംഭിക്കുന്ന സഭയിൽ ആദരണീയ അശ്വതി തിരുനാൾ ലക്ഷ്മിഭായി തമ്പുരാട്ടി, ആദരണീയ തന്ത്രിവര്യൻ നെടുമ്പള്ളി തരണനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട്, ഭരണസമിതി അംഗമായ ശ്രീ ആദിത്യവർമ്മ തമ്പുരാൻ, മറ്റ് വിശിഷ്ടാതിഥികൾ തുടങ്ങിയവർ പങ്കെടുക്കും. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അന്നേ ദിവസം എത്തിച്ചേരുന്ന എല്ലാ ഭക്തർക്കും അന്നദാനത്തിലും പ്രസാദത്തിനുമുള്ള വ്യവസ്ഥകൾ ക്ഷേത്രത്തിൽ നിന്നും തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അന്നേ ദിവസത്തെ ദർശന സമയം ഇപ്രകാരമാണ്. അതായത് ഈ ഓഗസ്റ്റ് 18-ാം തീയതിയുള്ള ദർശന സമയം ഇപ്രകാരമാണ്. രാവിലെ 3:30 മുതൽ 4:45 വരെ നിർമ്മാല്യ ദർശനം ഉണ്ടായിരിക്കുന്നതാണ്. അത് കഴിഞ്ഞ് രാവിലെ 6:30 മണി മുതൽ 7 മണി വരെയും രാവിലെ 8:30 മണി മുതൽ 10 മണി വരെയും ദർശനം ഉണ്ടായിരിക്കുന്നതാണ്. അന്നേ ദിവസം 10:30 മണി മുതൽ ജപക്കാരുടെ ദർശനമാണ്. വൈകുന്നേരത്തെ ദർശന സമയത്തിൽ മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല. ഇവർക്കും അന്നേ ദിവസം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് ഈ സഹസ്രനാമ യജ്ഞത്തിൽ പങ്കുകൊള്ളാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും ശ്രീ പത്മനാഭസ്വാമിയുടെയും ഗുരുവായൂരപ്പ ഭഗവാന്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.